ഈ തപസ്സികൾക്ക് അങ്ങനെ. കാരണം ഇപ്പോൾ അതൊക്കെ പുതുതായിട്ട് ശാസ്ത്രീയമായിട്ട് സയൻസൊക്കെ പറയുന്നുണ്ട്. സിങ്ക് ക്ലോറൈഡ് ഈ തപസ്സികളുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് കണ്ണ് മുതലായതിലൊക്കെ സിങ്ക് ക്ലോറൈഡ് ഡെപ്പോസിറ്റ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് എന്നാണ് അവർ പറയുന്നത്. ശരീരത്തിലെ മറ്റ് പല പ്രക്രിയകളിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഈ സിങ്ക് ക്ലോറൈഡ് എന്നുള്ള ആ വസ്തു, ആ ലോഹം, അതൊരു ലോഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ആ ദ്രാവകം, സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന ദ്രാവകം ഈ കണ്ണുകളിൽ ചുറ്റും ആയിക്കൊണ്ടത് കട്ട പിടിച്ച് നിൽക്കുമെന്നാണ് തപസ്സികളിൽ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത പ്രകാശമുണ്ടാവും. ഈ സിങ്ക് ക്ലോറൈഡ് വെട്ടിത്തിളങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ച്യവനമഹർഷിയുടെ കണ്ണിൽ ഈ പ്രകാശം വരണ സമയത്ത് ഉടനെ തന്നെ ആകർഷിക്കപ്പെട്ടു ഈ പറഞ്ഞതായിട്ടുള്ള സുകന്യ. പക്ഷേ അതിനെ കുത്തിപ്പൊട്ടിച്ചു. അങ്ങനെ ശരിയായി നോക്കുമ്പോൾ കണ്ണ് രണ്ടും പൊട്ടി ജോലി ഒലിപ്പിച്ചുകൊണ്ട് പ്രായമായിട്ടുണ്ട് ഈ ച്യവനമഹർഷിക്ക്. അങ്ങനെ അനങ്ങാൻ പറ്റാതെ ഇരിക്കണം. ശരിയാതി വീണ് നമസ്കരിച്ച് പറഞ്ഞു, ദയവായിട്ട് ഞങ്ങളെ ഒന്നും ശപിക്കരുത് മഹർഷേ, അറിയാതെ എൻ്റെ പുത്രി ചെയ്തു പോയ പ്രശ്നമാണിത്, അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൽമീക അന്തർഹിതം ശനൈഹ് എന്നാണ്. ആ വൽമീക അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, വൽമീക അന്തർ. വൽമീക എന്ന് പറഞ്ഞാൽ വെറും മൺപുറ്റല്ല, മണ്ണിൽ നിന്നുണ്ടായത് എന്നർത്ഥമുണ്ട്. അതായത് ഈ ശരീരം, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോണു എന്നൊക്കെ നമുക്ക് വേദവചനങ്ങൾ തന്നെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ശരീരം മണ്ണിൽ നിന്നുണ്ടായതാണ്. നമ്മളെ പഞ്ചഭൂതത്തിൽ നിന്ന്, മണ്ണ് എന്നവിടെ ഒരു ഭൂതത്തെ പറ്റി പറഞ്ഞു, ഈ ശരീരം ഉണ്ടായത് മണ്ണിൽ നിന്നാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അതിനെ അതുപോലെ കണ്ടാൽ മതി എന്നാണ്. അതിന് നമ്മുടെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തിലൊന്നും അത് കാണണ്ട. അതിന് പ്രത്യേകതയൊന്നും, നമ്മളൊരു മണ്ണാങ്കട്ട കണ്ടപ്പോൾ എന്താ നമ്മൾ കരുതുക, അയ്യോ ഇത് ആ മണ്ണാങ്കട്ട എൻ്റെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടൊന്നും നടക്കാറില്ല. മണ്ണാങ്കട്ടയ്ക്ക് അതിൻ്റെ പ്രാധാന്യമുള്ളൂ. ഇതുപോലെ ആ മണ്ണാങ്കട്ട പോലെ സ്വന്തം ശരീരത്തെ കാണുകയാണ് ഈ പറഞ്ഞതായ വൽമീകം. ഏത് മണ്ണിൽ നിന്നുണ്ടായതാണോ ആ ശരീരം, അതിനെ ആ മണ്ണിൻ്റെ തലത്തിൽ തന്നെ എന്ത് ചെയ്യാം, യു വാല്യൂ ഇറ്റ് ഇൻ ഓൺ ദാറ്റ് ലെവൽ. അതിനെ ആ തലത്തിൽ തന്നെ കാണാം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഭാവഭാതികളൊന്നും കൊടുക്കാതിരിക്കുക. അങ്ങനെ ആയാളാണ് ഈ മൺപുറ്റുന്നുണ്ടാവുക എന്ന് പറയും. മൺപുറ്റുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഭാവമില്ലാതെയായി, രണ്ടാമത്തെ ജന്മം മണ്ണും മുറ്റും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ ഞാൻ ആത്മസത്തയാണ് അല്ലെങ്കിൽ ജീവനാണ് എന്ന് തിരിച്ചറിവുണ്ടാവുക. അതോടുകൂടി ഈ ശരീരം മണ്ണായിട്ട് തിരിച്ചു പോയതായ ഒരു രീതി. അവർ ആ ശരീരത്തിനെ മണ്ണിൻ്റെ തലത്തിലേ കാണുള്ളൂ. നമ്മളെങ്ങനെയാണ് മണ്ണ് കണ്ടാൽ ഉപയോഗിക്കുക, അതുപോലെ ഒരു പ്രാധാന്യം അവർ കാണുള്ളൂ ഈ ശരീരത്തിനാണ്. അങ്ങനെയാണ് മൺപുറ്റിൽ നിന്നുണ്ടാവുന്നതായില്ലേ വാൽമീകി മഹർഷിയുടെയൊക്കെ കഥ അങ്ങനെയാണ്. കാരണം കാട്ടുകള്ളനായ രത്നാകരനാണ് ഭാര്യകളിൽ നിന്ന് കിട്ടിയതായ അറിവിൻ്റെ തലത്തിൽ പിന്നീട് മഹർഷിമാർ പറഞ്ഞു കൊടുത്ത മന്ത്രജപത്തിൽ കൂടിയേ മൺപുറ്റായിട്ട് തീർന്നു അദ്ദേഹം. എന്ന് വെച്ചാൽ എന്താ, ആ ശരീരത്തിനെ മണ്ണിൻ്റെ തലത്തിൽ തന്നെ കാണാൻ കഴിവുള്ളൂ. സുകന്യ അവിടെ വിഷമം ആയിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. തദഭിപ്രായമാജ്ഞായ പ്രാതാൾ ദുഹിതരം മുനെ കൃച്ഛ്രാൻ മുക്തത്തമാവന്ത്ര്യ പുരം പ്രായാൽ സമാഹിത. അങ്ങനെ ച്യവനമഹർഷിയോട് വീട് നമസ്കരിച്ച് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ ച്യവനമഹർഷി പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ 2 കണ്ണും പോയി, ഇനിയിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. അപ്പോൾ ആശ്രമത്തിൽ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഈ സുകന്യ ഇവിടെ നിൽക്കട്ടെ എന്ന് ച്യവനമഹർഷി അങ്ങോട്ട് പറഞ്ഞു. അത് ഈ ശരിയാതിക്ക് താല്പര്യമൊന്നും ആയിരുന്നില്ല. കാരണം സ്വന്തം മകളെ, മഹർഷിയാണെങ്കിലും ഒരു വയസ്സിന് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നും ഒരു അച്ഛനും സാധ്യമല്ല. എങ്കിലും ച്യവനമഹർഷി എങ്ങാനും കോപിച്ച് ശപിച്ചാലോ തൻ്റെ ആ വംശം മുഴുവൻ മുടിയും. അത് പറഞ്ഞ് പേടിച്ചിട്ട് ഈ ശരിയാതി ആ സുകന്യയെ ച്യവനമഹർഷിയുടെ അടുത്താക്കി നിർത്തിയതാണ്. അപ്പോൾ നോക്കൂ, സുകന്യയുടെ ആ അനുഭവങ്ങളുടെ രീതി. വെറുതെ ഓടിക്കളിച്ച് നടക്കണ പ്രായമാണ്. ആ ഓടിക്കളിച്ച് നടക്കണ പ്രായത്തിൽ വല്ല ആവശ്യമുണ്ടോ മുള്ളെടുത്ത് കുത്താനും, ഒരാളുടെ കണ്ണ് പൊട്ടിക്കാനും, പിന്നെ അയാളുടെ കണ്ണായിട്ട് നിൽക്കാനും ഇല്ലേ? ആ ഓരോ സംഭവങ്ങളുടെ പോക്ക് നോക്കുക. ആരെങ്കിലും പ്രതീക്ഷിക്കുക രാജകുമാരി ഇവിടെ കാട്ടിൽ ഒരു ആശ്രമത്തിൽ ഒരു മഹർഷിയുടെ ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് എത്ര സമയം കൊണ്ടാണ് അത് ജീവിതം. വലിയ രാജകുമാരി, അച്ഛൻ്റെ മോമന കുട്ടിയാണ്, രാജകുമാരിയാണ്. എത്ര കേമായിട്ട് ജീവിക്കണതാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതാകെ തകിടം പറഞ്ഞു. ഇപ്പോൾ ഈ കാട്ടിൽ ഒരാശ്രമത്തിൽ യാതൊരു വഴിയില്ല, ഒരു മനുഷ്യനെ കാണാനും വഴിയില്ല, കുട്ടികളോട്ട് കഴിക്കാനും വയ്യ. ഈ വയസ്സനായ ച്യവനമഹർഷിയാണെങ്കിൽ പൊതുവേ കോപിഷ്ഠനാണെന്ന് അറിയാം. അദ്ദേഹത്തിന് കോപം വളരെ കൂടുതലാണ്. കാരണം ഈ ഒരുപാട് അടിച്ചമർത്തി തപസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് കോപം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ച്യവനമഹർഷിയുടെ അച്ഛൻ്റെ വാത്സല്യവും ആ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കണ ഈ സുകന്യ ഒരു മഹർഷിയുടെ കോപമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എന്താ സംഭവിക്കുക, എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കുക, അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് കഴിയേണ്ടി വന്നു എന്നുള്ളതാണ്. അത് വലിയ വിഷമമായിരുന്നു സുകന്യയ്ക്ക്. എങ്കിലും കസ്യജിൽ തദകാലസ്യ നാസത്യാവാശ്രമാഗതൗ തൗ പൂജയിത്വാ പ്രോവാച വയോമേ ദത്തമീശ്വരോ. അപ്പോൾ അങ്ങനെ അവിടെ
ഈ ശര്യാദി ഈ ചവന മഹർഷിയെ ശുശ്രൂഷിച്ച് ഇങ്ങനെ സുകന്യ കഴിയുമ്പോഴാണ് ഒരിക്കൽ നാസത്യന്മാർ പറഞ്ഞ അശ്വിനി ദേവന്മാർ ആ ചവന മഹർഷിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ വന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ചവന മഹർഷി പറഞ്ഞു, എനിക്ക് യൗവനം വേണം. ദേവന്മാരുടെയൊക്കെ വൈദ്യന്മാരാണ്. അപ്പോൾ ആ ദേവന്മാരുടെ വൈദ്യന്മാരായ ഈ അശ്വിനി ദേവന്മാർക്ക് എന്തുണ്ട്, ആളുകളുടെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാനും യൗവനം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ അറിയും. ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അതൊക്കെ അന്നും ഉണ്ടായിരുന്നു വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ ബി പി എന്താ ബ്യൂട്ടി പാർലർ, അത് വേറൊരു തലകാലത്ത് അവർ കൊണ്ട് നടന്നിരുന്നു. അതുകൊണ്ട് ഇന്ദ്രൻ ഇവരെ ദേവന്മാരായിട്ട്, അതുകൊണ്ട് തമാശ, ഇന്ദ്രൻ ഇവരെ ദേവന്മാരുടെ കൂട്ടത്ത് കൂട്ടിയില്ലാണ്. കാരണം ഇവർ ഇത്തരം പണിയല്ല ചെയ്യണം. അതുകൊണ്ട് യജ്ഞത്തിലൊന്നും ഇവർക്ക് യജ്ഞഭാഗമില്ല. ദേവന്മാരാന്നൊക്കെ പേരുണ്ട്, പക്ഷെ എന്തില്ല, ആ യജ്ഞഭാഗമില്ല, ദേവന്മാരുടെ സങ്കല്പമില്ല. അങ്ങനെയായിരുന്നു ഇന്ദ്രൻ. അപ്പോൾ ആ ഇന്ദ്രൻ അങ്ങനെ ആ പക്ഷപാതമൊക്കെ ഭേദമൊക്കെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ചവന മഹർഷി ദേവിയോട് പറഞ്ഞു, എനിക്കിപ്പോൾ എന്ത് വേണം, എനിക്ക് യൗവനം വേണം, എനിക്ക് വളരെ യൗവനയുക്തനായ ഒരു വ്യക്തിയായിട്ട് മാറണം, ഈ സുകന്യയുമായിട്ട് രമിച്ച് സുകന്യയ്ക്ക് പുത്രന്മാർ വേണം എന്നൊക്കെയായി. അപ്പോൾ നോക്കൂ, ഒരു മഹർഷിയുടെ ചവനൻ എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയ മഹർഷിയാണ്. അപ്പോൾ ആ മഹർഷിയെ ഈ പറഞ്ഞതായ സുകന്യ തൻ്റെ നിലയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ വേണമല്ലോ അവർക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ നാസത്യന്മാർ ഈ ചവന മഹർഷിയായിട്ട് അവിടെ ഉള്ളതായിട്ടുള്ള ഒരു ഹൃദത്തിൽ, ഒരു തടാകത്തിൽ ഇറങ്ങി മുങ്ങിയതാണ്. ഗ്രഹം ഗൃഹിഷ്യേ സോമസ്യ യജ്ഞേ വാമപ്യ സോമപോ ക്രിയതാം മേ വയോരൂപം പ്രമദാനാം യദീപ്സിതം. പറഞ്ഞു, എനിക്ക് ചവന മഹർഷി പറയാണ്, നിങ്ങൾക്ക് ഞാനേ ആ യജ്ഞഭാഗം തരാം, നിങ്ങളെ ദേവന്മാരെ ഇന്ദ്രൻ തരാത്ത യജ്ഞഭാഗം ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചു തരാം. അതിന് പകരമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് യൗവനയുക്തനാക്കണം. എങ്ങനെയുള്ള യൗവന രൂപനാക്കണമെന്ന് പറഞ്ഞു വെച്ചാലോ, പ്രമദാനാം ഈപ്സിതം, അതുകൂടി പറഞ്ഞു. പ്രമദകൾക്ക്, അതായത് ആ സുന്ദരികളായ സ്ത്രീകൾക്ക് എന്നെ കാണുന്ന സമയത്ത് എന്തെന്നില്ലാത്തതായിട്ടുള്ള താല്പര്യമുണ്ടാകുന്ന രീതിയിൽ വേണം എന്നൊക്കെയാണ് ഈ ചവന മഹർഷി പറഞ്ഞത്. എന്തായാലും ബാഡമിത്യൂചതുർവിപ്രം അഭിനന്ദ്യ വിഷക്രമോ നിമജ്ജതാംബവാനസ്മിൻ ഹൃദേ സിദ്ധവിനിർമ്മിതേ. ഉടനെ തന്നെ ഈ നാസത്യന്മാർ, ഈ പറഞ്ഞതായിട്ടുള്ള അശ്വിനി ദേവന്മാർ ചവന മഹർഷിയോട് പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ഇവിടെയുള്ള തടാകമുണ്ട്, ഒരു തടാകം. അതെങ്ങനെയുള്ള തടാക, സിദ്ധവിനിർമ്മിതോ, സിദ്ധന്മാർ നിർമ്മിച്ചതാണ്. അതിൽ ഇറങ്ങി ഒന്ന് കുളിച്ചാൽ അങ്ങേക്ക് ഈ പൂർവ്വത്തിലേതായ യൗവനം തിരിച്ചു കിട്ടും, യൗവനയുക്തനാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അശ്വിനി ദേവന്മാർ ഇവരുമായിട്ട് ഈ ചവന മഹർഷിയായിട്ട് ചെന്ന് ആ കുളത്തിൽ, ആ തടാകത്തിൽ മുങ്ങിക്കുളിച്ചു. എന്നിട്ടോ ഇത്യുക്തോ ജരയാഗ്രസ്തദേഹോ ദമനി സന്തത ഹൃദം പ്രവേശിതശിഭ്യാം വലിത വിപ്രിയ. അവിടെ ജര കൊണ്ടൊക്കെ ആകെ നാശം ആവാറായിട്ടുള്ള ചവന മഹർഷി അതിൽ ഇറങ്ങി കുളിച്ചതോടുകൂടി എന്തുണ്ടായി, അശ്രുകളാൽ അനുഗ്രഹിക്കപ്പെട്ടു. പുരുഷാസ്ത്രയുക്തസ്തുരഭിച്യ വനിതാ പ്രിയാ പദ്മശ്ര കുണ്ടലിന തുല്യരൂപാസുവാസസഹ. ആ 3 പേരും, നാസത്യന്മാരും ചവന മഹർഷിയൊക്കെ വളരെ സുന്ദരന്മാരായിട്ടുള്ള, വളരെ വെട്ടിത്തിളങ്ങുന്ന ശോഭയോടുകൂടിയുള്ള ആളുകളായിട്ട് തീർന്നു 3 പേരുമെന്ന്. തന്നിരീക്ഷ്യവരാരോഹ സ്വരൂപാൻ സൂര്യവർച്ചസ അജാനദീപതിം സാധ്വി അശ്വിനോ ശരണം യയോ. ആ 3 പേരെയും കണ്ടപ്പോൾ ഈ സുകന്യയ്ക്ക് തിരിച്ചറിയാൻ പറ്റാതെ 3 ആളും ഒരുപോലെയുണ്ട്. ഇതിൽ പേത ചവന മഹർഷി എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് അശ്വിനി ദേവന്മാരോട് തന്നെ പറഞ്ഞു, എനിക്ക് ചവന മഹർഷിയെ തിരിച്ചറിയണം, എൻ്റെ ഭർത്താവിനെ വേണമല്ലോ വരിക്കാൻ പതിവ്രതയായിട്ടുള്ള, അതുകൊണ്ട് എന്ത് വേണം, ഈ ചവന മഹർഷിയെ തന്നെ എനിക്ക് ഭർത്താവായിട്ട് വരണം, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് അശ്വിനി ദേവന്മാരോട് പറഞ്ഞു. ദർശയിത്വാ പതിം തസ്യൈ പാതിവൃത്യേന ദോഷിതോ ഋഷിമാമന്ത്രേയതുർവിമാനേന ത്രിപുഷ്ടപം. ഇതൊക്കെ കേട്ടപ്പോൾ സുകന്യയുടെ ഈ ഭാഷ കേട്ടപ്പോൾ അശ്വിനി ദേവന്മാർക്ക് വലിയ സന്തോഷമായി. പാതിവൃത്യ ധർമ്മം ഉണ്ടല്ലോ അല്ലേ, 3 സുന്ദരന്മാരുണ്ട്, ആരായാലും മതി എന്നല്ല പറഞ്ഞത്, എൻ്റെ ഭർത്താവിനെ തന്നെ തിരിച്ചു കിട്ടണം. അപ്പോൾ അതിൽ ആ സത്യസന്ധതയിൽ വളരെ സന്തോഷമായി. പിന്നീട് ആ ഭർത്താവ് ആരാണ്, ചവന ഇതിൽ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് യാത്രയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, വിമാനേന ത്രിപുഷ്ടപം. അപ്പോൾ ആ കാലത്ത് തന്നെ വിമാനമുണ്ട്. അവർ വിമാനത്തിൽ കയറിയിട്ടാണ് ഈ ഡോക്ടർമാർ, ഈ ദേവന്മാരുടെയൊക്കെ വൈദ്യരായിട്ടുള്ളവർ പിന്നെ എന്ത് ചെയ്തത്, സ്വർഗത്തിലേക്ക് പോയി. യക്ഷ്യമാണോദശര്യാദിശ്ചവനശാശ്രമം ഗത ദദർശ ദുഹിതുപ്പാർശ്വേ പുരുഷം സൂര്യവർച്ചസം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശര്യാദി കുറേയൊക്കെ തൻ്റെ കൊട്ടാരത്തിലൊക്കെ പോയി തിരഞ്ഞു നോക്കി ഏതെങ്കിലും വിധത്തിൽ തൻ്റെ പുത്രിയെ രക്ഷിക്കാൻ എന്താ വഴി ഇങ്ങനെ. കാരണം ചവനൻ്റെ കോപം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വഴി തോന്നി, ഒരു യാഗം ചെയ്യാം, ഒരു സോമയാഗം ചെയ്യാം. സോമയാഗം ചെയ്യാനായിട്ട് ഈ ചവന മഹർഷിയെ തന്നെ അതിൻ്റെ ആചാര്യനാക്കുക. അപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ചെല്ലാം. ചവന മഹർഷിയെ കണ്ട് അങ്ങ് ക്ഷണിച്ച് അദ്ദേഹത്തിനെ ആചാര്യനാക്കണം എന്ന ഭാവത്തിൽ അവിടെ ചെന്നാൽ പുത്രിയും കാണാം. ഇപ്പം എന്താ പുത്രിയുടെ രീതി നോക്കാം.
അങ്ങനെ സോമയാഗം നടത്തുമ്പോൾ ഈ ചവന മഹർഷി ഇവിടെ തൻ്റെ കൊട്ടാരത്തിൽ ഒന്ന് വേണ്ടി വരുമല്ലോ. അപ്പോൾ ചവന മഹർഷിയോടൊപ്പം തന്നെ പുത്രിയും വരും. ആ സമയത്ത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്നൊക്കെ കരുതി ശരിയാതി ചെന്ന് ചവന മഹർഷിയെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കർച്ച എന്താ? ദദർശതുഹിതൃപ്പാർശ്വേ പുരുഷം സൂര്യവർച്ചസം. ചവന മഹർഷി ആ ഒരു വലിയ കിഴവനായിട്ടുള്ള ആളെ കാണും. എവിടെയാ കിഴവെന്ന് പറഞ്ഞ് നോക്കിയിട്ടാണ് ഇത് ശരിയാതി ചെന്നത്. അവിടെ കണ്ടത് വളരെ യൗവനയുക്തനായ തേജസ്വിയായ ഒരു സുന്ദരൻ തൻ്റെ മകളോട് സല്ലപിച്ചുകൊണ്ടിരിക്കണം. ശരിയാതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലേ. നോക്കണേ ഇവളുടെ ഒരു സംസ്കാരം. എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ എത്ര നല്ല കുട്ടിയായിരുന്നു. ഇപ്പോൾ അച്ഛനും അമ്മയുടെയൊക്കെ കയ്യിൽ നിന്ന് മാറിയപ്പോൾ ഇവളുടെ രീതി കണ്ടില്ലേ, അയ്യോ വലിയ അതിക്രമായി എന്ന് പറഞ്ഞുകൊണ്ട് രാജാദുഹിതരം പ്രാഹ കൃതപാദാഭിവന്ദനാം ആശിഷ്ടാപ്രയുജ്ഞാനോ നാദിപ്രീതമനായിവ. ചെന്ന് ഒരു പ്രീതിയുണ്ടായില്ല ഈ ശരിയാതിക്ക് തൻ്റെ പുത്രയുടെ രീതിയൊക്കെ കണ്ടപ്പോൾ. എന്നിട്ട് ആ പുത്രിയായ സുകന്യയെ അങ്ങോട്ട് കണ്ടമാനം ശകാരിക്കുകയാണ്. ചികീർഷിതം ദേ കിമിതം പതിസ്ത്വയാ പ്രലംബിതോ ലോക നമസ്കൃതോ മുനി യത്വം ജരാഗ്രസ്തമസത്യസമ്മതം വിഹായ ജാരം ഭജസേമുമധ്വകം. ഞാൻ പറഞ്ഞു, നീ വലിയ അസതിയാണ് നീ ചെയ്തിരിക്കണ പാവം നോക്ക്. ലോകവന്ദ്യനായ ആ ചവന മഹർഷി ഉള്ളപ്പോൾ അയാളെ ധിക്കരിച്ച് അയാളെ കൂട്ടാത്തത് നീ ഏതോ ഒരു ജാരൻ്റെ ഒപ്പം നിൽക്കണമല്ലോ. നീ ആ ജാരനെ, ആ മഹാത്മാവിനെ ഉപേക്ഷിച്ച് നീ ജാരനെ സ്വീകരിച്ചല്ലോ എന്നൊക്കെയാണ് ശരിയാതി പറഞ്ഞത്. അപ്പോൾ നോക്കുക, അച്ഛനായ ശരിയാതിയുടെ ഒരു കഥ നമ്മൾ കാണുന്നത് കാഴ്ചപ്പാട്. സ്വന്തം മകളെ പറ്റി എന്ത് വിവരമാണ്? സ്വന്തം മകളെ പറ്റി എല്ലാം അറിയാമെന്നൊക്കെ ഈ ആൾക്കാർ പറയും. അങ്ങനെ പല സ്ഥലം മകളെന്നല്ല മകനായാലും പിന്നെ ഓരോ കാര്യം വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക അവരെ പറ്റി ABCD അറിയില്ലേ, മകളെ പറ്റിയോ മകനെ പറ്റിയോ ഒരു അറിവുമില്ല. അതെനിക്ക് വിചാരിച്ച പോലെയല്ല. കഥം അതിസ്തേവകഥന്യതസദാം കുലപ്രസൂതേ കുലദൂഷണം തിദം വിഭർഷിചാരം യതപത്രപാകുലം പിതുശ്ച ഭർത്തുശ്ച നയസ്യതസ്തമ. അവിടെ ഒരുപാട് തട്ടിക്കയറി പറഞ്ഞു, നീ സത്തുക്കളുടെ കുലത്തിൽ ജനിച്ചിട്ട് അതിനെ നശിപ്പിക്കാനുള്ളവളാണ്. എൻ്റെ കുലത്തെ നശിപ്പിക്കുന്ന നീ കുലദൂഷണമാണ് ചെയ്യുന്നത്. ലജ്ജാഹീനയായിട്ട് നീ ഇങ്ങനെ ജാരൻ്റെ ഒപ്പം നിൽക്കണമല്ലോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യും? കുലം, നിൻ്റേതായ കുലത്തെ, നിൻ്റെ പിതാവിൻ്റേതായ കുലത്തെ എന്നാണ് പറഞ്ഞത്. അതായത് ശരിയാതിയുടെ കുലത്തെ നരലോകത്തിലേക്ക് പറഞ്ഞേക്കുന്ന. അപ്പോൾ പുത്രന്മാരൊക്കെ ചെയ്യണതായ തെറ്റായ പ്രവൃത്തികളുടെ ഒരു അംശം അത് അച്ഛനമ്മമാർ കൂടി അനുഭവിക്കണം എന്നാണ്. അതാണ് ശരിയാതി പറഞ്ഞത്, നീയായിട്ട് എന്നെ നരകത്തിലേക്ക് പറഞ്ഞേക്കും. ഏവം ബ്രുവാണം പിതരം സ്മയമാനാ ശുചിസ്മിത ഉവാച താദാ ജാമാദാ തവൈഷ ഭൃഗുനന്ദന. അപ്പോൾ അവിടെ പറഞ്ഞു, യച്ഛ അങ്ങനെയൊന്നും പറഞ്ഞാൽ അങ്ങ് കോപിക്കരുത്. ഇത് അങ്ങയുടെ മരുമകനായിട്ടുള്ള ആ ചവന മഹർഷി തന്നെയാണ്. ശശംസപിത്രേ തത്സർവം യയോരൂപാവിലംബനം വിസ്മിത പരമപ്രീതത്തനയാം പരിഷസ്വജേ. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അശ്വിനി ദേവന്മാർ വന്നതും ചവന മഹർഷി സുന്ദരനായതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആ സുകന്യ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അപ്പം തന്നെ ഈ ശരിയാതിയുടെ ഇതൊക്കെ മാറി. ശരിയാതി പറഞ്ഞു, എന്നെ പോലെ മിടുക്കിയായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മകളെ കെട്ടിപ്പിടിച്ച് വലിയ സന്തോഷമായി. അപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. വന്നതൊരു വഴി അവിടുന്ന് തുടങ്ങിയപ്പോൾ ഈ അച്ഛനായിട്ടുള്ള ശരിയാതി അവിടുന്ന് വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മകളെ പറ്റിയൊരു കാഴ്ചപ്പാട്, ഇവിടെ വന്ന ആശ്രമത്തിൽ കയറിയപ്പോൾ അയാളുടെ കാഴ്ചപ്പാട് വേറെ ഒന്നായി, ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കാഴ്ചപ്പാട് വേറെ ഒന്നായില്ലേ. അതുകൊണ്ടാണ് തുല്യനിന്ദ തുല്യസ്തുതി എന്ന് പറയും. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സ്തുതിക്കുമ്പോൾ ഏത് കാലത്തും ഈ സ്തുതി ഉണ്ടാവുമെന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കരുതരുത്. ഇനി വല്ലവരും നിന്ദിക്കുമ്പോൾ ഏത് കാലത്ത് ഇങ്ങനെയാണ് എന്നും കരുതരുത് എന്നാണ്. സോമേനയാചയൻ വീരം ഗ്രഹം സോമസ്യ ജാഗ്രഹിൽ അസോമപോപ്യ അശ്വനോശ്ചവനസ്വേന തേജസ. അങ്ങനെ സോമയാഗത്തിനായിക്കൊണ്ട് ചവന മഹർഷിയെ ക്ഷണിച്ചു. ശവന മഹർഷി സോമയാഗം ചെയ്യാനായിട്ട് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അശ്വിനി ദേവന്മാർക്ക് മുമ്പ് ശവന മഹർഷി പറഞ്ഞതാണല്ലോ, യാഗം യജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾക്കും ദേവന്മാരുടെ ഭാഗം തരാം. അപ്പോൾ ശവന മഹർഷിക്ക് തോന്നി ഈ ശരിയാതിര സോമയാഗത്തിൽ വെച്ച് തന്നെ അതങ്ങോട്ട് നടത്താം എന്നും വരുത്തിക്കൊണ്ട് മറ്റു ദേവന്മാരെയൊക്കെ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഈ അശ്വിനി ദേവന്മാർക്ക് ഇരിക്കാനായിക്കൊണ്ടുള്ള സൗകര്യം ചെയ്ത് അശ്വിനി ദേവന്മാരെ ആവാഹിച്ചു എന്നാണ്. അശ്വിനി ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും ഓടി പാഞ്ഞെത്തി. മറ്റ് ദേവന്മാരൊക്കെ വരുന്നതിന് മുമ്പ് ഇവർ വന്നിരുന്നു കഴിഞ്ഞു. കാരണം മറ്റ് ദേവന്മാരൊക്കെ കുറച്ച് പതുക്കെ ലേറ്റായിട്ടേ വരുള്ളൂ. അങ്ങനെയാണല്ലോ ഒരു കാര്യമൊക്കെ, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ കൃത്യം ഇന്ന സമയത്ത് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനികൾ ഒരു 2 മിനിറ്റ് വൈകിയേ വരുള്ളൂ. കാരണം അവരുടെ പ്രാധാന്യം ഒന്ന് കൂടും. മറ്റുള്ളവരൊക്കെ തന്നെ കാത്തിരുന്ന് വന്നു. അയാൾ ആദ്യം തന്നെ ഇവർ പോയാൽ ചിലപ്പോൾ അവർക്ക് അറിവുണ്ടാവില്ല. എണീക്കടോ ഈ കസേരയെന്നും കൂടി പറയും. കാരണം അവർക്കറിയില്ല അത് പ്രധാനിയാണ്. അപ്പം അതുകൊണ്ട് ഈ അശ്വിനി ദേവന്മാർ ഓടിയെത്തി ആദ്യം കയറി അവർ കസേരയിലേക്ക് ഇരുന്നു. അതുകൊണ്ട് ഇന്ദ്രൻ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഇതാ
രണ്ടുപേരും ഒരു പരിചയമില്ലാത്ത കൂട്ടരുടെ ഭാഗത്ത് യജ്ഞസ്ഥലത്തായിരിക്കണം. ഇന്ദ്രൻ്റെ കാര്യം മനസ്സിലായി, ഇത് അശ്വനി ദേവന്മാരാണെന്നും ഇവർ ക്ഷണിക്കാത്ത സദ്യയ്ക്ക് വരിക എന്നൊക്കെ പറയുമല്ലോ. ഇതുപോലെ ഇവർക്ക് ഇതില്ലാതെയും ഇവിടെ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഉടനെ തൻ്റെ വജ്രായുധം എടുത്തു. കന്തും തമാതേ വജ്രം സദ്യോ മഞ്ഞുരമർഷിത സവജ്രം സ്തംഭയാമാസ ഭുജമിന്ദ്രസ്യ ഭാർഗവ. ഉടനെ തന്നെ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം എടുത്ത് കയ്യൊക്കെ പൊക്കി എന്നിട്ടെന്ത് ചെയ്തു? വെട്ടാനായിട്ട് കയ്യോങ്ങിയതാണ്. ഇന്ദ്രൻ ഇങ്ങനെ വെട്ടാനായിട്ട് കയ്യോങ്ങിയ വഴി ഈ ശവന മഹർഷി പറഞ്ഞു സ്തംഭന വൃത്തി നടത്തിയതാണ്. അങ്ങനെ ഈ പറഞ്ഞതായിട്ടുള്ള തന്ത്രവിധി, ഈ ശവന മഹർഷിക്ക് യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ അറിയുമല്ലോ. അപ്പോൾ തന്ത്രവിധി തന്ത്രവിധി വരുന്നതാണ് ഈ സ്തംഭനം. ഈ പറഞ്ഞതായിട്ടുള്ള മാരണം വശ്യം വാരണം മോഹനപൊടു പുനരുച്ചാടന ആകർഷണം ജാ സർവം ദിവ്യക്കടാക്ഷാം. അപ്പോൾ വശ്യം, മാരണം, സ്തംഭനം, ഉച്ചാടനം ഇങ്ങനെയുള്ളതായിട്ടുള്ള 6 തരത്തിലുള്ളതായ തന്ത്രക്രിയകളുണ്ട്. അതിലൊന്നാണ് ഈ സ്തംഭിപ്പിക്കുക. ഏത് വസ്തുതയെയും എവിടെ നിൽക്കണോ അവിടെ നിർത്താനുള്ളതായിട്ടുള്ള ഒരു കഴിവ് അത് ഈ ശവന മഹർഷിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രൻ ഈ വജ്രായുധമൊക്കെ ആയിട്ട് ഇങ്ങനെ കൈ പൊക്കിയത് അറ്റ നിപ്പായി അവിടെ കൈ താഴ്ത്താൻ പറ്റുന്നില്ല, കയ്യിലുള്ളത് തൊട്ട് വിടാനും പറ്റുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഈ ആയുധമൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നിൽക്കണ ഒരു രീതി ഇന്ദ്രന് വന്നു എന്നാണ്. ശവന മഹർഷി നോക്കി നിന്നു. ഇന്ദ്രന് കൈ താഴ്ത്താനേ പറ്റുന്നില്ല. ഇന്ദ്രന് മനസ്സിലായി ഇങ്ങനെ നിന്നാൽ ഈ നിപ്പന്നെയാവും ജീവിതകാലം മുഴുവൻ. അതുകൊണ്ട് ശവന മഹർഷിയോട് പറഞ്ഞു ക്ഷമിക്കണം. സിഡാലാക്ട് ആർദ്രലേപം. ആദ്യം ആയുർവേദം, പിന്നെയാണ് മറ്റുള്ള ചികിത്സ എന്ന് നിങ്ങൾ കേട്ടിട്ട് കാണും. പക്ഷേ ആയുർവേദം കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ ഓഫീസിലേക്ക് പോകുന്ന ഒരാൾ കുഴമ്പ് തേച്ച് 2-3 മണിക്കൂറോളം ഇരുന്ന് കുളിച്ച് പോകണമെന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഈ മരുന്നിനൊരു പ്രത്യേകത, നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ലോഷനുകളൊക്കെ പുരട്ടിയാൽ മതി. അതൊരു 5 മിനിറ്റ് കൊണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് ചെയ്തിട്ട് നമുക്ക് ഓഫീസിൽ പോവാം. ഇനി ഓഫീസിൽ വെച്ചു ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് 100% പ്രകൃതിദത്തമാണ്. സിഡാലാക്ട് എണ്ണയില്ലാതെ സശ്രദ്ധം തയ്യാർ ചെയ്ത സുഗന്ധവാഹിനിയാണ് സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട് അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. സിഡാലാക്ട് എണ്ണയില്ലാതെ സശ്രദ്ധം തയ്യാർ ചെയ്ത സുഗന്ധവാഹിനിയാണ് സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്. വൃന്ദാവനത്തിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ക്യാപ്പ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു ഷോളൊക്കെ കൊടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുരങ്ങത് അത്രയും പെട്ടെന്ന് തന്നെ തട്ടിപ്പറിക്കും. അപ്പോൾ പിന്നെ ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവർ കൂട്ടം തെറ്റിപ്പോയാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കോല് നമ്മുടെ മനസ്സിൽ വന്നത്. ഡാൻസ് ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ കോല് നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാൻ സാധിക്കും. ബാലഗോകുലം ടീമും ഈ കോല് അവരും വാങ്ങുകയാണെങ്കിൽ ഭാഗവത ഗംഗയ്ക്ക് ഒഴുകാനായിട്ട് വളരെ എളുപ്പം സാധിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കോല് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കാശ് കൊണ്ടായാലും നമുക്ക് ഭാഗവത ഗംഗയെ കൊണ്ടുപോകാൻ സാധിക്കും. സിഡാലാക്ട് ഉഷ്ണശാന്തിക്ക് ഉത്തമമാണ്. സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്. ഹരി ഓം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര സമ്പൂർണമായൊരു വൃന്ദാവനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6-7 ദിവസം കൊണ്ട് നമ്മൾ വൃന്ദാവനം മൊത്തം കാണുന്നൊരു പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആദിബദരി, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പോകും. ആദിബദരി എന്ന് പറയാൻ കാരണം അത് നമ്മുടെ ചാർധാമിലേക്ക് പോകുന്ന ബദരിയല്ല, ഇത് രാജസ്ഥാനിലുള്ള ബദരിയാണെന്ന്. ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. സിഡാലാക്ട് നിങ്ങളുടെ പേശികളുടെ വിശ്രമത്തിന്. സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്.